വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവരാൻ എന്നെ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഇർഷാദ് ഭായി ഒക്കെ പറഞ്ഞല്ലേ, എന്നെ അവിടെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലങ്ങയും തല്ലി ഒടിച്ച് ഞാനിങ്ങ് വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവാത്ത സംവിധായകൻ അഭിനയിക്കുന്നുണ്ട്, ട്രെയിലറിൽ ക്യാമറമാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബാക്കി പണിയൊക്കെ ആരെ എടുത്താൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് പോവും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും. നമ്മൾ ഇത്ര ഒന്നും വിചാരിക്കില്ലല്ലോ, ഇതറിയായിരുന്നെങ്കിൽ ആദ്യം പോകില്ലായിരുന്നു. അലർജി ഒക്കെ വന്നു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ അറിഞ്ഞു. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദേഹം കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു. ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാ ഈവന്റിലും പറയുന്ന പോലെയല്ല. ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയ. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് എന്ന്. അപ്പം അനീഷിനെ ഞാൻ സൂര്യ TV ഇരിക്കുമ്പോൾ മുല്ലമൊട്ടും മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല്ല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല്ല് ചെയ്യാൻ വരുന്നത്. സാറാണ് പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് സാർ, ഞാനാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങും, ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നതും, ഞാൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തതും. അപ്പം എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്യാം. പക്ഷെ ഞാനന്ന് സൂര്യ TV വിടാൻ ഇരിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞോണ്ട് ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും, അതുകൂടാണ്ട് ഈ സിനിമയിൽ അഗൈൻ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ ഗർഭിണികൾ. പിന്നെ സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അങ്ങനെ അതിൽ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താര, വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയിൽ വെയിൽ ചില്ലയും എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമോട്ടോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. ഇർഷാദ് ഭായി, സുധീഷ് ഭായി, എല്ലാവരും. അപ്പൊ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും, കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ, അതിൽ കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കാൻ കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ എന്തോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ്, വിജയ് സാർ, ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം. ഞാൻ പറഞ്ഞു, അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യൂ, സക്രിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതില് ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഡെസേർട്ടാണ്, അതാണ് പറയാൻ ചെയ്യാം, നമുക്ക് നോക്കാം. വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയും, സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി. അപ്പൊ ഞാൻ വിളിച്ചു, അനീഷ് മറ്റത് മറന്നുപോയോ? അഭിനയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കായിരുന്നു ദുബായ് പോകാനായിട്ട്. അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുവരാൻ എന്നെ അഭിനയിച്ചിട്ടില്ല. ഇപ്പം ഇർഷാദ് ഭായി ഒക്കെ പറഞ്ഞല്ലേ, എന്നെ അവിടെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലങ്ങയും തല്ലി ഒടിച്ച് ഞാനിങ്ങ് വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു, അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പൊ അതില് ഇത് കാണുമ്പോൾ ലൈക്ക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ല, മലയാളികൾ കുറവായിരിക്കും. ഞാൻ ഇതുപോലൊരു ഡെസേർട്ടിൽ സ്റ്റക്കായി പോയിട്ടുണ്ട് ഹോൾ നൈറ്റ്. വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി
ഞങ്ങളൊരു ചെറിയ ക്രൂ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു. ഭാഗ്യമുള്ള ഡയറക്ടറാണ്, ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രിയുടെ ഗർഭിണികളും മങ്കിപ്പനും 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ 4 or 5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രിയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഇതാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടിന് ബെസ്റ്റ് ആക്ടർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ. അതുകൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ. മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾക്കാണ്. ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള ഈ രാസ്ത തുറന്നു കൊടുക്കട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട്, കൽബ്. അപ്പം അതിന്റെ ലോഞ്ചാണ്. ഇതുപോലൊരു ഫംഗ്ഷൻ നാളെ വേറെ ഉണ്ട്. എല്ലാവരും വരട്ടെ. വിളിച്ചിട്ടില്ല എല്ലാവരും? എന്നെ വിളിച്ചിട്ടില്ല. കൊള്ളാം. പറഞ്ഞാണ് പാർവതിയുടെ സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസറൊക്കെയാണ്. അടുത്ത ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റ് ആയിട്ട് വരട്ടെ. ചേട്ടന്റെ സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 10-30 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു പറച്ചിലുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ആവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് നന്മകളും ഹിറ്റിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അനീഷ്ക ആൻഡ് ലിൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ആൻഡ് താങ്ക് യു വിജയ് ചേട്ടാ എന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ താങ്ക് യു സോ മച്ച്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ്. കാരണം നമ്മളെ ക്രൂവിലുള്ള കുറച്ച് പേര് മാത്രം ഇവിടുന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് പോവും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും ഷൂട്ടിങ്ങും. പക്ഷെ ഞാനൊന്നല്ല, ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും DOPയും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു കയ്യടി കൊടുക്കേണ്ടത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി. ആൻഡ് അതാണ് എക്സ്പീരിയൻസ്. ഇതിന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോ മാനിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഇത്ര കഷ്ടപ്പെടേണ്ടി വരും? ഇല്ല, നമ്മൾ ഇത്ര ഒന്നും വിചാരിക്കില്ലല്ലോ. ഇതറിയാമെങ്കിൽ ആദ്യം പോകില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി അത് കൂടാതെ എനിക്ക് പറയാനുള്ളത്, ലിനു ചേട്ടൻ്റെ നേരത്തെ അനീഷ്ക പറഞ്ഞ പോലെ ലിനു ചേട്ടൻ മോർ ദാൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീലാണ്. നമുക്ക് എന്താ പോയി പറയാം, സംസാരിക്കാം. ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾസോ പറഞ്ഞ പോലെ പുയിവാരി എറിയലായിരുന്നു എല്ലാവരുടെയും കൂടെ. അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താങ്ക് യു. ആൻഡ് ബാക്കി എല്ലാവരും, സുധി ചേട്ടൻ, ഇർഷാദ് ഖാൻ, അനഘ, ആരാധ്യ, വേണു ചേട്ടൻ, അവൻ, ടീമിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത്. സോ യെസ്. ആദ്യം ഷൂട്ട് ചെയ്തത് ഡെസേർട്ടിലായിരുന്നോ അതോ മറ്റേ പാട്ടൊക്കെ ആയിരുന്നോ? ആദ്യം പാട്ടൊക്കെ ആയിരുന്നു, ഡെസേർട്ടിൽ അവസാനം എത്തിയത്. പാട്ടൊക്കെ ഷൂട്ട് ചെയ്തപ്പോ വിചാരിച്ചല്ലേ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു ഫ്ലോയിലൊക്കെ പോകുന്നു വിചാരിച്ചു. പക്ഷെ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതെ, നമ്മുടെ നായികനെ കൂടി നായകനെ നിർത്തി ഞാൻ ഇങ്ങനെ വിളിക്കാണ്. അനഘ, ആദ്യം ഈ ഇവന്റിന് വന്ന എല്ലാവർക്കും നന്ദി. അതെനിക്കും പറയാൻ കേട്ടോ, ആദ്യം പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ എത്തിയതിൽ. ഈ ഇങ്ങനൊരു ചെറിയൊരു ഫംഗ്ഷനിൽ നിങ്ങളെല്ലാവരും വന്നതിൽ താങ്ക്സ് അലോട്ട്. സോറി ബാക്കി പറഞ്ഞു. അവസാനം മൈക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പറയേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഇതറിഞ്ഞത് നേരത്തെ വിളിച്ചത്. ഈ മേക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഞാനും
ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോൾ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സർവൈവൽ പരിപാടിയാണ്, ഇതെന്തായാലും ഒന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തതും. എന്തായാലും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയാമായിരുന്നു, പക്ഷെ ഇത് ഇച്ചിരി കൂടിപ്പോയി. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡെസേർട്ടിലുള്ള ഒരു 15 days ഷൂട്ടിൻ്റെ അവസാനമുള്ള ഒരു 15 days ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം മസ്കറ്റിൽ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ്. ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി. ലിൻ സാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഞാനൊക്കെ കംപ്ലൈന്റ് പറയുമായിരുന്നു. അതും പറയുന്നത് ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് പോലെ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ക്ലൈമറ്റിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തായാലും അത് നല്ലതിന് വേണ്ടിയായിരിക്കുന്നുള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അലർജിയോ എന്തെങ്കിലും ഒക്കെ? അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ പാട്ടും എല്ലാവരും ഏറ്റെടുത്തു. എല്ലാവർക്കും ഭയങ്കര റിവ്യൂ ആണ് നിങ്ങളുടെ സോങ്ങിനും ഒക്കെ കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. സീനിയർ എന്ന് പറയുന്നത് കാലം കൊണ്ടല്ലേ, പ്രായം കൊണ്ടല്ലേ? പ്രായം കൊണ്ടായാലും വിരോധമില്ല. സുധീഷേട്ടന് എന്തോ അലർജി ഒക്കെ വന്നു അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ എന്നൊക്കെ അറിഞ്ഞു. ബുദ്ധിമുട്ടിയാണ് ഇത് ചെയ്തെന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഞാനത് പറയൂന്ന് ഞാൻ പറഞ്ഞു. അതായത് എന്റെ വിചാരം നമ്മൾ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൗൺ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഇതിന്റെ ഒരു പിന്നെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു. അപ്പൊ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പൊ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു അലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയ്സൺ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ടെൻഷനായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോഴല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. കഴുത്ത് പാമ്പ് ശിവനായിരുന്നല്ലോ ഞാൻ. വലിയ സന്തോഷം. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ പേടിക്കണ്ട. അല്ല, പറയാം. ഇർഷാദ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പറയണം, എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? കുഴപ്പം ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ഒരു കഥയാണ്. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. തമാശ പറഞ്ഞാല് എന്തോ അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇർഷാദിന്റെ ദേഹം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇതേ എന്നാ കൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത റൂമിലായിരുന്നു താമസം. എന്തായാലും വരും. സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്നത് കേട്ടാ ഞെട്ടും. എന്റെ കൂടെ എന്തിനാണ് പറയിപ്പിച്ച് ഞാൻ പറയാതെ വന്നതല്ലേ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം രാസ്ത എന്ന ഫിലിമിന്റെ ഈ പ്രീ ലോഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ്. കാരണം നമുക്കറിയാം, വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഒമാനില് പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ചോദിച്ചുള്ള ആദ്യം, പിന്നെ പറഞ്ഞു പറഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി. പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും നല്ല ഒരു സിനിമ, രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത്.
മസ്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ. അതിന് സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു, പക്ഷേ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയല്ലേ? ശരിയാണ് അല്ലേ? ഒരു റിയൽ ലൈഫല്ല, പല ആൾക്കാരുടെ ജീവിതകഥയായിരുന്നു. അല്ല, ഈ നമ്മുടെ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതുപോലെയല്ല, സിനിമാറ്റിക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലേ? പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്കുണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ്. അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത്. പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ് അല്ലേ? പക്ഷെ ഇപ്പൊ പറഞ്ഞു ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ടത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു വാക്കായിട്ട് മാറി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വലിയ സിനിമകൾ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത് ഒരുപാട് വലിയ ബജറ്റുകളുമായിട്ട് വരുന്ന പല സിനിമകളും നന്നാവുന്നില്ല ഞാൻ പറയുന്നത്, നന്നാവാറുണ്ട്. പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു എന്താ പറയുക പരിമിതമായ ചെലവിൽ നിന്നുകൊണ്ടിട്ട് ഗംഭീരമായിട്ട് ഒരു സിനിമ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നിർമ്മാതാവ് ലിനുവിനും അതുപോലെ തന്നെ അനീഷിനും ഞാൻ ഒരു പ്രത്യേക കയ്യടി ഈ സമയത്ത് തരികയാണ്. കാരണം നേരിട്ട് കണ്ട് അനുഭവിച്ചാണ് അവിടുത്തെ ലൊക്കേഷൻസ്. കാരണം ഇത്രയും വലിയൊരു സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ലിനുവും അതുപോലെ അനീഷും അതുപോലെ ഫുൾ ടീം, അവർ മാത്രമല്ല നമ്മുടെ മസ്കറ്റിലുള്ള ഒരുപാട് വേറെയും നമ്മുടെ പിന്നിൽ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുള്ള നടീനടന്മാർ ഒമാനിൽ നിന്നും നമ്മൾ നേരിട്ട് കണ്ടു, ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു. അത്രയും ഗംഭീരമായ ആക്ടേഴ്സും അവിടെയുണ്ട്. നമുക്ക് ഈ ഒരു യാത്രയിൽ തന്നെ മനസ്സിലായി. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു, വളരെ സന്തോഷം. അപ്പോൾ അത്രയും നല്ല സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം, എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് അങ്ങനെ വർഷങ്ങളായിട്ട് ഒമാനിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. അപ്പം അവിടുത്തുകാരനായി മാറിയെന്ന് തന്നെ പറയാം. കാരണം എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഒമാൻ ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന ഒരു തരം ഹെൽപ്പ് ഇവിടുന്ന് വന്ന ഒരു കൂട്ടർ അവർ ചെയ്യുന്ന ഹെൽപ്പൊക്കെയാണ് എൻ്റെ കഥാപാത്രം ചെയ്യുന്നത്. ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ്. വളരെ സന്തോഷം. അപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം നമുക്ക് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. പക്ഷേ ഇത് നമ്മുടെ പശ്ചാത്തലം കൊണ്ടും കഥ പറയുന്ന രീതിയും കഥയും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ്. അത് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ രാസ്തയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ജനുവരി 5-ാം തീയതി റിലീസാവുന്ന നമ്മുടെ സിനിമ രാസ്ത എല്ലാവരും കണ്ട് സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷ് സാറിൻ്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഒരു സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല അതെനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ 1-2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു, ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ദീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായ ഒക്കെ വിളമ്പി തന്നിരുന്ന അദ്ദേഹം ലൊക്കേഷനിൽ വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവൻ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കഥാക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ അറിയില്ല. അപ്പൊ 3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നുമല്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മളെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4:30 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇഷ്ട പറഞ്ഞതൊന്നും വരുത്തി തീർത്തോളൂ. പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. അവസാനം
ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമ അല്ലത്, അത്രയും കഷ്ടപ്പെട്ടവളാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കാര്യം. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയുക, നമ്മൾ കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും അനീഷും വിഷ്ണു ക്യാമറയിൽ അവരൊക്കെയാണ് കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് തീർച്ചയായും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശേട്ടനെ കണ്ടു, PRO ദിനേശേട്ടനെ കണ്ടു. ദിനേശേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളി പറയാം, ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം തോന്നും, അത്രമേൽ അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നെ മാളിപ്പുറം ടീമിനെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. അതിനൊക്കെ വലിയ സന്തോഷം. ഈ പടത്തിന്റെ ക്യാമറാമാൻ വിഷ്ണുവേട്ടൻ മാളികപ്പുറത്തിന്റെ ക്യാമറാമാനാണ്. അപ്പൊ അദ്ദേഹം മരുഭൂമിയിലെ പാമ്പിനെ ഒന്നും കണ്ട് പേടിക്കുന്ന ആളല്ല. കാരണം മാളികപ്പുറത്തിന് ആനയും പുലിയും കണ്ടിട്ട് ഓടാത്ത ഒരേ ഒരാൾ ക്യാമറമാൻ മാത്രമാണ്. കാരണം ക്യാമറ എത്ര രൂപ റെന്റാന്നുള്ളതും അതിന്റെ വില എത്ര എന്നുള്ളതും കൃത്യമായി അറിയാവുന്നത് അദ്ദേഹം മാത്രം ഓടിയില്ല സിനിമയില്. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയങ്കര സന്തോഷമുള്ള ദിവസം. ഇങ്ങനെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ വിഷ്ണുവേട്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഈ സിനിമ മാളികപ്പുറത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒമാനിൽ ചെന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ ഒരേ ഒരാൾ അതിന്റെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ അന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, ചേട്ടാ ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. അപ്പം പറഞ്ഞു, അഭിലാഷം ഞാനും ഒമാനിലുണ്ട്, മരുഭൂമി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനിടയിൽ തന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് അനീഷിനെ പോലെ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനൊക്കെ സോറി പറയുകയാണ്. കാരണം ഇത്രയും വലിയൊരു റിസൾട്ടിന് വേണ്ടിയുള്ള ഹാർഡ് വർക്കാണ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം വലിയ സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു സിനിമ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഔട്ട് എന്തായിരിക്കും എന്നുള്ളത്. തീർച്ചയായും ഞാൻ പറയുന്നു, ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കാണാൻ എനിക്ക് തോന്നുന്നൊരു ട്രെയിലറാണിത്. ഉറപ്പായിട്ടും ആദ്യത്തെ ദിവസം സമയം കിട്ടിയാൽ ആദ്യത്തെ ഷോ തന്നെ എനിക്ക് പടം വന്ന് കാണുകയും ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ച് ഒമാൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ എൻ്റെ ലൈഫായിട്ട് വളരെ അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒമാനിലാണ്. ഇതേപോലെ ഒരു സർവൈവൽ ത്രില്ലർ എഴുതാനുള്ള ഒരു കഥ പ്രൊമോഷന്റെ സമയത്ത് ഒമാനിൽ പോയപ്പോൾ എനിക്കും വിഷ്ണുവിന് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഒമാൻ ജയിലൊക്കെ കാണുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു രാത്രി മുഴുവൻ ഞങ്ങള് ഒമാനിലെ റോഡിലൂടെ എങ്ങോട്ടാണെന്ന് പോകുന്ന അറിയാതെ കറങ്ങി നടന്നിട്ടുണ്ട്. ആ കഥ സിനിമയാക്കണമെന്ന് ഞാൻ വിഷ്ണു പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ സർവൈവൽ ത്രില്ലേഴ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് ഞാൻ. അപ്പം അത് എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാൻ. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമ കണ്ട് ട്രെയിലർ കണ്ടപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനത്തെ വലിയ ഹിറ്റുകൾ ഉണ്ടാവട്ടെ. അപ്പം ഡയറക്ടറോട് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്, ഇങ്ങനെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തതിന്. അതിലും വലിയ കൺഗ്രാറ്റ്സ് നിങ്ങളിതിൽ അഭിനയിച്ചു എന്നുള്ളതിനാണ്. ആ റിസ്ക് എടുത്തു. എനിക്ക് മനസ്സിലാവാത്ത സംവിധായകനും അഭിനയിക്കുന്നുണ്ട്, ട്രെയിലറിൽ ക്യാമറാമാനും നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബാക്കി പണിയൊക്കെ ആരെ എടുത്താൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് രണ്ടും കൂടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചത് മാളികപ്പുറത്തിൽ ഞാൻ ചോദിച്ചത്. അപ്പം വിഷ്ണു പറഞ്ഞു, റൈറ്റർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, ക്യാമറാമാൻ കയറണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണ് മാളികപ്പുറത്തിൽ അഭിനയിച്ചത്. അപ്പം എന്തായാലും വലിയ സന്തോഷം. നമ്മുടെ കുടുംബത്തിലെ ഒരു സിനിമ പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ആ പോസ്റ്ററിന്റെ നടുക്ക് ഞങ്ങളുടെ പട്ടടെ ഒരു കളർഫുൾ ഷർട്ടൊക്കെ ഇടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. മാളികപ്പുറത്തിന്റെ പോസ്റ്റർ ഇതുപോലെ TG രവിചേട്ടൻ നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്, അത് ഷർട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് അവിടെ വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ പടത്തിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുധീഷ് ചേട്ടനെ നിങ്ങളെ തുറന്നു പറയാം, അടുത്ത പടത്തിലേക്ക് നായികയുടെ അച്ഛന്റെ കഥാപാത്രം ഞാൻ ആലോചിച്ചിരുന്നു. കഴിഞ്ഞവണ് നിങ്ങളെ കണ്ട നിങ്ങളുടെ ലുക്ക് വെച്ച് ഞാൻ ആലോചിച്ചു. പക്ഷെ ഉറപ്പായിട്ട് കഥാപാത്രം ഞാൻ തരില്ല. കാരണം ഇത് വെച്ചുകൊടുക്കാൻ എങ്ങനെ അത് തരാനായിട്ടാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ഓരോ തവണ കാണുമ്പോൾ ഈ ചെറുപ്പമാവുന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഈ ഒരു വലിയൊരു വീതുളി കൃതാവൊക്കെ വെച്ചിട്ട് ഫുൾ നരച്ച് കണ്ണൂര് നമ്മൾ ഒരുമിച്ച് കണ്ണൂർ പോകുന്ന സമയത്ത്. അപ്പം അന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു ആ നായികയുടെ കഥാപാത്രം ഇപ്പൊ ഞാൻ മാറ്റി മറ്റൊരു കഥാപാത്രം ആലോചിക്കാം. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോരുത്തരോടും സർജാനോ ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. ജൂണ് തൊട്ട് ചെയ്ത എല്ലാ പടം ഞാൻ പറഞ്ഞു, നമ്മൾ ലൊക്കേഷൻ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ സിനിമ ചെയ്തിട്ടില്ല ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ആരാധ്യ. പുള്ളിക്കാരി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ആരാധിക്കും
ഓൾ ദ ബെസ്റ്റ്. പിന്നെ അഭിനയിച്ച ഓരോരുത്തരും ഇർഷാദ് മറന്നല്ല കണ്ടു. അപ്പൊ ഇർഷാദ് അടക്കം ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന് ഓൾ ദ ബെസ്റ്റ്. നല്ല പാട്ടാണ് കേട്ടോ, മനോഹരമായ പാട്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ സിനിമ ഒരു വലിയ ഹിറ്റ് ആവട്ടെ? കാരണം കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന 2024 ആദ്യത്തെ സിനിമ നമ്മുടെ ഇടവതിക്ക് തേങ്ങ അടിച്ച് തുടങ്ങുന്ന പോലെ ഇതൊരു വലിയ ഹിറ്റ് ആവട്ടെ. 2024 മലയാള സിനിമയ്ക്ക് ഒരു ഭാഗ്യ വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രാസ്ത മൂവിയിൽ അഭിനയിച്ച ഞാൻ ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എല്ലാവർക്കും ആശംസകൾ. ഒരു വലിയ സിനിമയായി മാറട്ടെ. അതേപോലെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലിയോ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ലിയോ ചേട്ടനാണ് എനിക്ക് അഭിനയം തുടങ്ങി തന്ന വ്യക്തി. അതുപോലെ ആദ്യമായിട്ട് എന്നെ സിനിമയെ വിളിച്ച വ്യക്തിയാണ് ഷിബു ചേട്ടൻ. ആദ്യമായിട്ട് വിജയ് ചേട്ടൻ്റെ സിനിമയാണ് സിനിമയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, മീഡിയ സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. സുധീഷ് ചേട്ടൻ പോലെ ഞാൻ സുധീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി, പൊന്നമ്മ ചേച്ചി, വേണു അങ്കിൾ, പിന്നെ അനീഷിൻ്റെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലധികം വലിയ ക്യാരക്ടറൊന്നും അല്ല. എങ്കിൽ പോലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ദൈവമേ, ഇതിനകത്ത് വലിയ ക്യാരക്ടറായിരുന്നു, ഞങ്ങളൊക്കെ പെട്ടുപോയേനെയും അത്രയ്ക്ക് ഇവർ എഫോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എഫോർട്ടിന് ദൈവം തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം തരുമെന്ന് ആശംസിക്കുന്നു, തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഒമാൻകാരിയാണ്. 18 വർഷമായിട്ട് ഞാനൊരു ഒമാൻ റെസിഡൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ഒമാനിൽ ഇത്രയും വലിയൊരു സിനിമ ഷൂട്ടിംഗ് നടന്നെന്ന് അറിഞ്ഞപ്പോൾ. താങ്ക് യു. അഭിലാഷ് പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ്. അനീഷ് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം സക്കറിയുടെ ഗർഭിണികൾ, പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം. അങ്ങനെ അനീഷിൻ്റെ 2 പടം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ സത്യത്തിൽ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ഈ ട്രailer കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. ഇത്ര മനോഹരമായിട്ട് ക്യാമറ, അയ്യോ എനിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ എന്ത് ഇതെടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആശ, അനീഷ്, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ് ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കാമായിരുന്നെന്ന്. എന്തിനാ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കാറുണ്ടല്ലേ അനീഷിന്. നന്നായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടുണ്ട്. 2 ഹീറോ ആയത് പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? 2 ഹീറോ ഉണ്ടോ? 5 പേരുണ്ട്. അതിലൊരാളാണല്ലേ? അയ്യോ കലക്കി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ. പാട്ടും ഇഷ്ടാതെ സുഖായിട്ടിരിക്കല്ലേ? സുധീഷ്, ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുക. എന്തായാലും മറ്റേ സിദ്ധാർത്ഥ സാറിൻ്റെ മോനെ ഞാനിവിടെ വെച്ച് കണ്ടു. ഒത്തിരി സന്തോഷം. പാട്ടൊക്കെ നന്നായിരിക്കുന്നു, എല്ലാം നല്ല പാട്ടുകൾ. എന്തായാലും ഈ പടം ജനുവരി 5-ന് റിലീസാവുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. കാരണം മറ്റേ നമ്മുടെ വിജയ് ബാബു സാർ പറഞ്ഞ പോലെ ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം ഇറങ്ങുന്ന പടമാണോ? നമ്മുടെയാണോ? നമ്മുടെ രാസ്തയാണോ? വേറെ സിനിമകൾ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു റിലീസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒന്നും പടങ്ങളില്ലാന്ന് തോന്നുന്നു. ഇല്ലാന്നല്ലേ? എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. നന്നായിട്ട് എന്താ പറയുക, എല്ലാവരും പോയി തിയേറ്ററിൽ പോയി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വിജയിപ്പിക്കണം. ചെറിയ പടങ്ങളൊക്കെ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ്. 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും ഈ പടം ഓടി പ്രൊഡ്യൂസറുടെ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും അടുത്ത 2023 നമ്മുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ 23 ഞാൻ പറഞ്ഞോട്ടെ, ഈ വർഷം അതാ പറയാൻ വന്നേ. 23-ലെ 24 കയറിപ്പോയല്ലേ, സോറി. 23-ൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് 24-ല് നമുക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. വെരി മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. നമ്മുടെ ഈ ഒരു പ്രീ റിലീസ് ഇവൻറ്റ് രാസ്ത എന്നുള്ള എൻ്റെ പുതിയ സിനിമയുടെ ഇങ്ങനൊരു ഇവൻറ്റിലേക്ക് വന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം പറയാം. അതോടൊപ്പം തന്നെ നന്ദി അറിയിക്കുന്നു. ഈ പ്രീ റിലീസ് ഇവൻറ്റ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഇങ്ങനൊരു ചടങ്ങ് വെക്കാനുള്ള കാരണം
ഓൾറെഡി നമ്മുടെ സിനിമ രാസ്ത മുഴുവനായിട്ടും ഒമാനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു പൂജയോ വേറൊരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് അതിൻ്റെ സോങ്സോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഒരു ഓഡിയോ ലോഞ്ച് പോലത്തെ ഒരു ഫംഗ്ഷൻ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായി പറഞ്ഞ ഒരു പ്രസ് മീറ്റ് പോലെ, എന്നാൽ അതൊരു കുറച്ചൊരു ഫംഗ്ഷനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു സംഭവം വന്നത്. നമ്മുടെ സിനിമയെ പരിചയപ്പെടുത്തുക, രാസ്ത എന്നുള്ള സിനിമ നമ്മൾ ചെയ്ത പുതിയതായിട്ടുള്ള രാസ്ത എന്നുള്ള സിനിമ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് പ്രീ റിലീസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചടങ്ങുകളുണ്ടായിരുന്നു. എനിവേ ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലിനു ശ്രീനിവാസ്, അദ്ദേഹം ഒമാനിൽ തന്നെയുള്ള ഒരു വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ സിനിമയെക്കുറിച്ച് പറയാനും രാസ്തയെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കും. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാസ്തയുടെ ഇങ്ങനത്തെ, ഒരുപാട് മാസങ്ങളുടെ ആവശ്യമായിരുന്നു രാസ്തയുടെ ഒരു ഇവന്റിൽ ഇങ്ങനെ വരിക, പങ്കെടുക്കുക എന്നുള്ളതിന്. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, വന്ന എല്ലാവരും പറഞ്ഞ ഒരുപാട് ട്രാഫിക്കാണ് പുറത്തുനിന്ന്, വന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി. സിനിമയിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഗൾഫ് ബേസ്ഡ് ആണ്, മസ്കറ്റ് ബേസ്ഡ് ആണ്. ഗൾഫിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ട്രേഡിങ്ങും കോൺട്രാക്ടിങ്ങും ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം ഒരു തുടങ്ങിയ ഡിസ്കഷൻ്റെ പേരിൽ പുറത്തു വന്നൊരു സിനിമയാണ് രാസ്ത. അതിൽ ആദ്യം ഒരു ചെറിയ നന്ദി എല്ലാവർക്കും, വലിയ നന്ദി ഇതിൽ സഹകരിച്ച എല്ലാവർക്കും. ബാക്കപ്പ് പാർട്ടിൽ പറഞ്ഞ നന്ദിയാണ്, ആ നന്ദി ഇവിടെയും ആവർത്തിക്കുന്നു. കൂടെ ഒരു കുറേ നാളുകൾ ഒമാനിൽ, കാരണം ഒമാൻ എന്ന് പറയുന്ന രാജ്യം സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, എന്നാൽ ചലച്ചിത്രീകരണം കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ ചെറിയ എന്താ പറയുക ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒമാനിലെ ഒരു പടം, ഒരു വലിയൊരു മലയാള സിനിമ. അത് ഒരു കോമ്പിനേഷൻ, ലൈക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് നടീനടന്മാര്, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള അനീഷ്, അൻവർ ഭായിനെ പോലെയുള്ള ഒരുപാട് ക്രൂ, എല്ലാവരുടെയും നേതൃത്വത്തിൽ നല്ല ഭംഗിയായി ആ പടം ചെയ്തു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നൊരു മൂവിയായിരുന്നു. കാരണം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെർമിഷൻസ് എടുത്ത് ഒരു ക്വിക്ക് ടൈമിൽ വളരെ ധൃതിയിൽ ഒരു പരിപാടി ചെയ്തു തീർക്കാൻ എന്നുള്ള വളരെ ബുദ്ധിമുട്ടാക്കായിരുന്നു. നമ്മളെല്ലാം കേൾക്കുന്ന ദുബായിലെല്ലാം ഒരുപാട് സിനിമകൾ, വിജയ് സാറിനൊക്കെ അറിയാം, ഒരുപാട് സിനിമകൾ അവിടെ നടന്നിട്ടുണ്ട് ദുബായിൽ. ഒമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ രാസ്ത പൂർത്തിയാക്കി. ജനുവരി 5 നിങ്ങൾക്ക് വിട്ടുതരുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഒരു ടെറൈനിൽ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എന്താണ് ചലഞ്ച്, ഇങ്ങനെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര ചേഞ്ചസ് രാവിലെ ഭയങ്കര ചൂട്, അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ ഭയങ്കരമായിട്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ സിനിമയിലൊരു ഈ ഡെസേർട്ട് ലോക്ക് എന്ന് പറയുന്നൊരു ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആനിമൽസ് അല്ലെങ്കിൽ കാര്യങ്ങൾ. അതിലൊരു മെയിൻ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സാൻഡ് സ്റ്റോം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കൊടും ചൂടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിൽ ഈ മേക്കിംഗ് വീഡിയോയിലോ ട്രെയിലറിലോ കാണിക്കുന്ന സെക്കൻഡ്സ് ഒരു സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത് VFX ഉണ്ട് ഈവൻ, എന്നാലും അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മണിക്കൂറുകളോളം വലിയ പ്രൊപ്പല്ലർ വെച്ച് നമ്മളുടെ അടിച്ചുകൊണ്ടിരിക്കണം ഈ ഒരു ചൂടിൽ. അങ്ങനത്തെ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകൾ, ആക്ടേഴ്സിനെ ഞാൻ ഡീൽ ചെയ്യണം. നമ്മൾ ഒരു ഡയറക്ടർ എല്ലാ ജോലിയുണ്ട്, അതോടുകൂടി ഞാൻ അഭിനയിക്കുകയും ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ഈവൻ ഞാൻ ട്രസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ വിഷ്ണുവിനെ, നോട്ട് ആസ് എ DOP മാത്രമല്ല, ആസ് എ ഫ്രണ്ട്. കാരണം ഞാൻ അവനും തമ്മിലൊരു 10-14 വർഷത്തെ ഒരു പരിചയമുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അത് കാരണം എനിക്കെന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്നൊരു DOP ആണ്. അപ്പം അവനറിയാം ഞാനിതായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇതാണ് സംഭവം. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.